രാജ്യം പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് വിപ്ലവത്തിന് തയ്യാറെടുക്കുകയാണെന്ന് അഖിലേന്ത്യാ പ്ലാസ്റ്റിക് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് ഹാരിൻ സാങ്വി. പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമ്മേളനത്തിൽ പുതിയ സംസ്ഥാന ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ലോകം മുഴുവൻ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഒരു വെല്ലുവിളിയായി നിൽക്കുമ്പോൾ കേരളത്തിലെ റീസൈക്ലിംഗ് യൂണിറ്റുകൾ രാജ്യത്തിന് മുഴുവൻ അഭിമാനമാകുകയാണെന്ന് അഖിലേന്ത്യാ പ്ലാസ്റ്റിക് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് ഹാരിൻ സാങ്വി പറഞ്ഞു. പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റീസൈക്ലിംഗ് രംഗത്തെ ആദ്യത്തെ അഖിലേന്ത്യാ പ്രദർശനം അടുത്ത മാസം ഡൽഹിയിൽ നടക്കുന്നതിന്റെ കേരളത്തിലെ പ്രചരണ പരിപാടികളുടെ ഉദ്ഘാടനവും ഇദ്ദേഹം നിർവഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സിയാദ് അലി അധ്യക്ഷത വഹിച്ചു. പ്ലാസ്റ്റിക് നിർമ്മാണ റീസൈക്ലിംഗ് രംഗത്തെ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ജി സുരേഷ് കുമാർ, പി ജെ മാത്യു, ജെ സുനിൽ, എം അസീഫ് തിരുവനന്തപുരം, പി റസാഖ് കോഴിക്കോട്, കെ മുഹമ്മദ് അനീഷ്, ടി വി എൽദോസ് തുടങ്ങിയവർ സംസാരിച്ചു. വ്യാജ ബില്ലുകളുടെ ഉപയോഗം തടയാൻ നിയമ നടപടികൾ സ്വീകരിക്കാൻ സമ്മേളനം പ്രമേയം പാസാക്കി. പുതിയ സംസ്ഥാന ഭാരവാഹികളായി രക്ഷാധികാരി ടി വി എൽദോസ്, പ്രസിഡന്റായി സിയാദ് അലി പെരുമ്പാവൂർ, ജനറൽ സെക്രട്ടറിയായി അനീഷ് മുഹമ്മദ്, ട്രഷററായി തോംസൺ സക്കറിയ എന്നിവരെ തെരഞ്ഞെടുത്തു. കേരളത്തിൽ ഇത്ര മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്നു, അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നു, അതിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നതിന്റെ ഉത്തരവാണ് നമ്മൾ. ആകെ ഒരു ഉത്തരവേ ഉള്ളൂ. ഈ 130 പേരടങ്ങുന്ന ഈ കമ്പനികൾ ഇവിടെ റീസൈക്കിൾ ചെയ്യുന്നതിന്റെ തോത് എത്രയാണ്, അളവ് എത്രയാണ്, അത് മാത്രമേ ഉള്ളൂ. ന്യൂസ് ബ്യൂറോ, എറണാകുളം. ഫുഡ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മനുഷ്യന്മാരുണ്ടോ? എന്നാൽ നമുക്ക് കുറച്ച് വെറൈറ്റി ഫുഡ് കഴിച്ചാലോ? ഷാക്ക്, ബുസായി ബീഫ്, ഫിറ, കസാവ എന്നിങ്ങനെ 40ഓളം സോൾ സ്പെഷ്യൽ ഡിഷസ്. മാത്രമല്ല, നാടൻ വേണ്ടവർക്ക് നാടൻ, ചൈനീസ് വേണ്ടവർക്ക് ചൈനീസ്, അറബിക്ക് വേണ്ടവർക്ക് അറബിക്. സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപടി ആൻഡ് പനമ്പള്ളി നഗർ.